നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി മലയാളി സോക്കറിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇന്ന് ഒഡീഷ എഫ് സിയും പഞ്ചാബ് എഫ് സിയും തമ്മിലുള്ള ആവേശകരമായ പോരാട്ടമായിരുന്നു നടന്നിരുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മുൻപ് കളിച്ച അല്ലെങ്കിൽ മലയാളികളുടെ പ്രിയപ്പെട്ട താരമായ രാഹുൽ കെ.പിക്ക് ഇന്ന് റെഡ് കാർഡ് ലഭിക്കുന്ന ഒരു മത്സരമായിട്ട് മാറിയിരിക്കുകയാണ്. രാഹുൽ കെ.പിക്ക് മത്സരത്തിന്റെ ആദ്യ പകുതിയിലെ 44-ാം മിനിറ്റിലാണ് ഇന്ന് റെഡ് കാർഡ് ലഭിച്ചത്. ഒരു ഫൗളിനെ തുടർന്നായിരുന്നു ആ താരത്തിന് റെഡ് കാർഡ് ലഭിക്കുന്നുണ്ടായിരുന്നത്. സോ അത് റെഡ് കാർഡിന് ഉള്ള ഫൗൾ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ മറ്റൊരു കാര്യം. എന്തായാലും ഇന്നത്തെ മത്സരം ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി സമനിലയിൽ പിരിഞ്ഞിരിക്കുകയാണ്. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ തന്നെ, അതായത് റെഡ് കാർഡ് കിട്ടിയതിനു ശേഷം ഒഡീഷ എഫ് സിക്കെതിരെ ലീഡെടുക്കാൻ പഞ്ചാബ് എഫ് സിക്ക് സാധിച്ചിരുന്നു. പെട്രോസ് എന്ന് പറയുന്ന വിദേശ താരം 45-ാം മിനിറ്റിന് ശേഷമാണ് ആദ്യ പകുതിയുടെ ആഡ് ഓൺ ടൈമിലാണ് ഗോൾ കണ്ടെത്തിയത്. എന്നാൽ രണ്ടാം പകുതി തുടങ്ങി മിനിറ്റുകൾക്ക് ശേഷം 51-ാം മിനിറ്റിൽ ഇസാക്ക് എന്ന് പറയുന്ന ഇന്ത്യൻ താരത്തിന്റെ മികച്ചൊരു ഗോൾ കൂടെ സ്വന്തമാക്കിയതോടുകൂടെ ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി സമനിലയിൽ പിരിയുകയായിരുന്നു. അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി.